ഈശോയിൽ എത്രയും സ്നേഹമുള്ളവരെ, ഇന്നത്തെ ദിവസം നമ്മൾ പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് കൂടുതലായിട്ട് ധ്യാനിക്കാനും പരിശുദ്ധ ത്രിത്വത്തെ സുവിശേഷങ്ങളിലൂടെ വെളിപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ധ്യാനിക്കാനുമായിട്ട് നമ്മൾ പരിശ്രമിക്കുകയാണ്. പരിശുദ്ധ ത്രിത്വത്തെ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവം അവരുടെ ആന്തരിക വാസത്തെക്കുറിച്ച് ഗ്രഹിക്കാനായിട്ട്, പൂർണ്ണമായിട്ട് ഗ്രഹിക്കാനായിട്ട് മാനുഷികമായിട്ടുള്ള ബുദ്ധി കൊണ്ട് അസാധ്യം. കൊച്ചുനാളിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള കഥ, അഗസ്റ്റിനോസ് പുണ്യവാൻ്റെ ആ ചെറിയ കക്കയുമായിട്ട് കടൽ തീരത്ത് നടക്കുന്നൊരു ചെറിയ കുഞ്ഞിനെ കാണുമ്പോൾ നീ എന്ത് ചെയ്യുന്നു? തിരിച്ച കുഞ്ഞിൻ്റെ ചോദ്യം, താങ്കളെന്ത് ചെയ്യുന്നു? ഞാൻ പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. അത് മനസ്സിലാക്കണേക്കാൾ എളുപ്പമാണ് ഈ കക്ക കൊണ്ട് ഈ സമുദ്രത്തിലെ വെള്ളം ഞാനുണ്ടാക്കിയ കുഴിയിൽ ഒഴിച്ച് അത് നിറയ്ക്കുക എന്നുള്ള കാര്യം പറഞ്ഞ് അഗസ്റ്റിനോസ് പുണ്യനോട് പറഞ്ഞ ആ ചെറിയ ആ ഒരു കഥ നാമൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാകും. പരിശുദ്ധ ത്രിത്വത്തെ കൃത്യമായിട്ട് പരിശുദ്ധ ത്രിത്വത്തെ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഫിസിക്സ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ കൂടിയാണ്. ആ ഫ്രെയിം ഓഫ് റെഫറൻസിലേക്ക് നമ്മളുടെ ജീവിതം മാറണം. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഫാൻ ഉണ്ടാകാം, ആ ഫാനിന് 3 പങ്കുണ്ടാകാം. നമ്മൾ ഫാൻ ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ അത് നോക്കിക്കഴിഞ്ഞാലേ പിന്നെ നമുക്ക് ആ ഫാനിൽ എത്ര പങ്കാണ് എന്നുള്ളത് പിന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവില്ല. പിന്നെ മനസ്സിലാക്കണമെങ്കിൽ ഒന്നുകിൽ ആ ഫാൻ കറങ്ങണം അതേ സ്പീഡിൽ ഞാൻ കറങ്ങണം, ഫാൻ ഏത് സ്പീഡിലാണോ കറങ്ങണം അതേ സ്പീഡിൽ ഞാൻ കറങ്ങണം. അപ്പോൾ എനിക്ക് ഫാനിന് എത്ര പങ്കുണ്ടെന്ന് അറിയാം. ആ ഫ്രെയിം ഓഫ് റെഫറൻസിലേക്ക് ഞാനാകണം. അത് മരിച്ചു കഴിഞ്ഞാൽ ആകാൻ പറ്റുമോ? അല്ല എങ്കിൽ ആ ഫാൻ ഓഫാക്കണം. അപ്പോൾ എനിക്ക് നോക്കിയാൽ അറിയാം 3 എണ്ണം ഉണ്ട് എന്ന് വെച്ചാൽ അത് വെളിപ്പെടുത്തി കിട്ടണം, റിവീൽഡ് ആകണം. അങ്ങനെ സുവിശേഷങ്ങളിലൂടെ ഈശോ വെളിപ്പെടുത്തി തന്നിട്ടുള്ളതാണ് നമുക്ക് പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അത് ഈശോ വെളിപ്പെടുത്തി തന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാം. സഭ പഠിപ്പിക്കുന്ന ഈശോ മനസ്സിലാക്കി തന്നിട്ടുള്ള സുവിശേഷങ്ങളിലൂടെ വെളിപ്പെടുത്തി തന്നിട്ടുള്ള സത്യം നാം മനസ്സിലാക്കുന്ന പരിശുദ്ധ ത്രിത്വത്തിലെ 3 ആളുകളാണ്, 3 പേഴ്സൺസ്, 3 വ്യക്തികൾ. പക്ഷേ ഏകസത്ത പരിശുദ്ധ ത്രിത്വത്തിലെ 3 വ്യക്തികൾ, ഏകസത്ത നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതൊക്കെ കാരിസം ചെറിയ ക്ലാസ്സുകൾ മുതൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഞാനിപ്പോൾ ഓർക്കുന്ന എന്നെ പഠിപ്പിച്ചിട്ടുള്ള ട്രിനിറ്റി പഠിപ്പിച്ചിട്ടുള്ള തിയോളജി കാലഘട്ടങ്ങളിൽ ട്രിനിറ്റി പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകൻ, എന്നെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകൻ സാറ്, വൈദികൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ള കാര്യം ഞാനിപ്പോൾ ആലോചിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ സത്ത ഒന്നാകെ 3 വ്യക്തികൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എല്ലാം നൽകുന്നതാണ്, പൂർണ്ണമായിട്ട് കൊടുക്കുകയാണ്. പൂർണ്ണമായിട്ട് കൊടുക്കുമ്പോൾ ഒന്ന് മാത്രം കൊടുക്കില്ല. അതിങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ദ ഫാദർ ഗീവ്സ് എവറിത്തിങ് ടു ദ സൺ എക്സെപ്റ്റ് ഹിസ് ഫാദർഹുഡ്. ദ ഫാദർ ഗീവ്സ് എവറിത്തിങ് ടു ദ ഹോളി സ്പിരിറ്റ് എക്സെപ്റ്റ് ഹിസ് ഫാദർഹുഡ്. അതാണ് അനന്യത, അതാണ് പിതാവിനെ പിതാവാക്കുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് പുത്രനായ ദൈവം. ദ സൺ ദ ഗോഡ് ഗീവ്സ് എവറിത്തിങ് ടു ദ ഫാദർ ആൻഡ് ടു ദ ഹോളി സ്പിരിറ്റ് എക്സെപ്റ്റ് ഹിസ് സൺഷിപ്പ്. അത് അനന്യതയാണ്, അത് യുണീക്ക്നെസ്സാണ്. അവിടെ ചെറിയൊരു പാഠമുണ്ട്. നാം ഒരു സമൂഹത്തിലായിരിക്കുമ്പോൾ, ഒരു കുടുംബത്തിലായിരിക്കുമ്പോൾ, ഒന്നിച്ചായിരിക്കുമ്പോൾ നമ്മളെല്ലാം കൊടുക്കും. നമ്മൾ പിടിച്ചു വയ്ക്കുന്നൊരു കാലഘട്ടമാണല്ലോ ഈ കാലഘട്ടം. എൻ്റെ എന്ന് പറഞ്ഞ് പിടിച്ചു വയ്ക്കുന്ന, ഞാൻ എൻ്റെ കാര്യം, എൻ്റെ ലോകം, എൻ്റെ വീട്. പരിശുദ്ധ ത്രിത്വം ആദ്യം നമ്മോട് പറയുന്നൊരു കാര്യം ഇതാണ്: എല്ലാം കൊടുക്കുക. പൂർണ്ണമായിട്ടുള്ള സമർപ്പണം. പക്ഷേ എൻ്റെ വ്യക്തിത്വം ഇല്ലാതായി പോകരുത്. 100 പേര് ഒരു തെറ്റ് പറയുകയാണെങ്കിൽ ഞാൻ 101-വനായിരിക്കും. അത് തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയണം. അതെൻ്റെ അനന്യതയാണ്. അതും പരിശുദ്ധ ത്രിത്വം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പൂർണ്ണമായ സമർപ്പണം. പക്ഷേ അവിടെ എൻ്റെ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു സമർപ്പണം. ആ ഒരു ചിന്ത ഒരുപക്ഷെ ഒരു കുടുംബ സമൂഹ ജീവിതത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലെ പരിശുദ്ധ ത്രിത്വത്തെ കൂടെ നോക്കിക്കാണാനായിട്ട് നമ്മെ സഹായിക്കും. ആ പരിശുദ്ധ ത്രിത്വത്തെ ധ്യാനിക്കുമ്പോൾ
ധ്യാനിച്ചുകൊണ്ട് പരിശുദ്ധ ത്രിത്വത്തെ മനസ്സിലാക്കി ആരാധിക്കുമ്പോൾ, പരിശുദ്ധ ത്രിത്വത്തെ സ്തുതിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്, ഏതൊരു ക്രൈസ്തവൻ്റെ അടിസ്ഥാനമാണ് പരിശുദ്ധ ത്രിത്വത്തിലുള്ള ആ വിശ്വാസം. അത് മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മുടെ സമൂഹ കുടുംബ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാവുന്ന സുഹൃതങ്ങൾ ഈ പരിശുദ്ധ ത്രിത്വത്തെ മാതൃകയാക്കി ഒരുപക്ഷെ നമുക്ക് സ്വീകരിക്കാവുന്നതാണ് എന്ന് എനിക്ക് തോന്നുകയാണ്. അത് ആദ്യത്തെ ഒരു ചിന്ത ഞാൻ പറഞ്ഞ പൂർണ്ണമായ സമർപ്പണം. വിവാഹ ജീവിതത്തിൽ അതല്ലേ നടക്കുന്നത്? ഭാര്യ ഭർത്താവിന് സമർപ്പിക്കുന്നു, ഭർത്താവ് ഭാര്യയ്ക്ക് തന്നെ സമർപ്പിക്കുന്നു. ആ പൂർണ്ണമായ സമർപ്പണത്തിലാണ് ആ വിവാഹ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത നിലനിൽക്കുന്നത്. അതുകൊണ്ടല്ലേ ഈശോ പറയുന്നത് ഇനി മുതൽ അവർ രണ്ടല്ല, അവർ ഏക ശരീരമാണെന്ന് വിവാഹത്തെക്കുറിച്ച് ഈശോ പറയുന്നത്. ഈ കാലഘട്ടം ഒത്തിരിയേറെ പ്രതിസന്ധികൾ കുടുംബജീവിതത്തിലുണ്ടാകുന്നൊരു കാലഘട്ടമാണ്. വിവാഹ ജീവിതങ്ങൾക്ക് സംഭവിക്കുന്നൊരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ സമർപ്പണത്തിലേക്ക് കുടുംബങ്ങൾ വരാനായിട്ട്, ആ സമർപ്പണത്തിലേക്ക് കുടുംബങ്ങൾ വരാനായിട്ട്. പക്ഷെ അവിടെയും ആ സമർപ്പിക്കുമ്പോൾ തന്നെ ദർ ഇസ് എൻ ഐഡൻറ്റിറ്റി. ഭാര്യ ഭാര്യയാണ്, ഭർത്താവ് ഭർത്താവാണ്. ദർ ഇസ് എൻ ഐഡൻറ്റിറ്റി. ആ ഐഡൻറ്റിറ്റി സൂക്ഷിച്ചുകൊണ്ട് തന്നെ എല്ലാം സമർപ്പിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ദ ഫാദർ ഗിവ്സ് എവ്രിതിങ് ടു ദ സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ് എക്സെപ്റ്റ് ഹിസ് ഫാദർഹുഡ്. അതാനന്യതയാണ്. ആ കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള ആ സ്നേഹത്തിൻ്റെ ഐക്യങ്ങളിലേക്ക് നമ്മുടെ കുടുംബങ്ങൾ വളരാനായിട്ട് ഇടവരട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, സമർപ്പിത സമൂഹങ്ങൾ ഇത് കേൾക്കുന്നുണ്ടാകാം. ആ സമർപ്പണ സമൂഹങ്ങൾ ഈ തരത്തിലെ സമർപ്പണത്തിൻ്റെ പാതയിലെ ഒരുമിച്ച് കർത്താവിൻ്റെ രക്ഷയുടെ സാക്ഷ്യം നൽകുമ്പോൾ ഒരു മനസ്സോടുകൂടി സാക്ഷ്യം നൽകുന്ന സമർപ്പണ സമൂഹങ്ങൾ ആ രീതിയിൽ രൂപാന്തരപ്പെടാനായിട്ട് മുന്നോട്ട് പോകാനായിട്ട് കൂടുതൽ മുന്നോട്ട് പോകാനായിട്ട് ഇടവരട്ടെ എന്നുകൂടി നമുക്ക് തീർച്ചയായിട്ടും ഈ അവസരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, ഗ്രീക്ക് പിതാക്കന്മാരെ സെൻറ്റ് ഗ്രിഗറി ഓഫ് നസിയാൻസ് പരിശുദ്ധ ത്രിത്വത്തെ ധ്യാനിച്ചു കൊണ്ട് പറയുന്നൊരു വാക്കാണ് പെരിക്കൊറോസിസ്. ഇത് ഗ്രീക്ക് പദമാണ്. പെരിക്കൊറോസിസ് എന്താണ് എന്ന് എന്നെ പഠിപ്പിച്ചത് ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. അച്ഛൻ പറഞ്ഞു തന്നത്. ഗ്രൂപ്പ് ഡാൻസ് നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഒരുപക്ഷെ കുറച്ചുകൂടി ഭംഗിയായിട്ട് പറയുകയാണെങ്കിൽ ആദിവാസികളുടെ നൃത്തം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കാണാനായിട്ട് ഇടവന്നിട്ടുണ്ടെങ്കിൽ ആദിവാസികളുടെ നൃത്തം നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ ചിലപ്പോൾ കോളേജിൻ്റെ പഠനവും അതിൻ്റെ പരിശീലനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് പോകാനായിട്ട് ഇടവന്നപ്പോൾ ആദ്യം അവർ നൃത്തമൊന്നും വരില്ല. പക്ഷേ നമ്മളുമായിട്ടൊരു സ്നേഹത്തിലേക്ക് അവർ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ നൃത്തം അത് വളരെ മനോഹരമാണ്. അത് നൃത്തം ചെയ്യുമ്പോൾ അവർ കൈ ചേർത്ത് പിടിച്ച് ഒരേ താളത്തിൽ ഒരേ ഈണത്തിൽ ഒരുമിച്ച് കണ്ണോട് കണ്ണ് നോക്കിക്കൊണ്ട് സന്തോഷിച്ചുല്ലസിച്ച് അവർ നൃത്തം ചെയ്യും. ഈ നൃത്തത്തെയാണ് പെരിക്കൊറോസിസ് എന്ന് പറയുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൈകോർത്ത് പിടിച്ച് കണ്ണോട് കണ്ണു നോക്കി സന്തോഷിച്ചുല്ലസിച്ച് നൃത്തം ചവിട്ടുകയാണ്. ഇതാണ് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആന്തരിക വാസം. ഇവിടെ നമുക്ക് നൽകുന്നൊരു വലിയ ചിന്തയുണ്ട്. നമ്മൾ ഒരുമിച്ച് ആയിരിക്കുമ്പോൾ അത് നമ്മുടെ ജോലി മേഖലകളാകാം, ശുശ്രൂഷയുടെ മേഖലകളാകാം, അത് നമ്മുടെ കുടുംബത്തിലാകാം, ജോലി സ്ഥാപനങ്ങളിലാകാം. അവിടെ എൻ്റെ ഈഗോ, എൻ്റെ കാര്യം, ഞാൻ, അതിനാണോ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്? അതോ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് കണ്ണോട് കണ്ണ് നോക്കി ഒരു മനസ്സോടെ ഒരുമിച്ച് സന്തോഷിച്ച് ഉല്ലസിച്ച് ആയിരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ടോ? കുടുംബങ്ങളിലെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ടോ? പ്രായോഗികമായുള്ളൊരു ചിന്ത എനിക്ക് പറയാനായിട്ടുള്ളത്, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം രക്ഷപ്പെടും. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതോട് കൂടെ തന്നെ തീർച്ചയായിട്ടും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ആ സമയത്ത് ആ മൊബൈൽ ഫോണൊക്കെ ഒന്ന് മാറ്റി വയ്ക്കണം. ഒരുമിച്ചിരുന്ന് സംസാരിച്ച് ഉല്ലസിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ആ ദിവസത്തെ കാര്യങ്ങളൊക്കെ പങ്കുവെച്ച് നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം. അങ്ങനെ വരുമ്പോഴാണ് ആ സ്നേഹത്തിൻ്റെ ഐക്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുക. പരിശുദ്ധ ത്രിത്വം ഒരു പക്ഷേ നമുക്ക് പറഞ്ഞു തരുന്നൊരു കാര്യം അതാണ്. ഈ പെരിക്കൊറോസിസ് എന്നുള്ള വാക്ക് നമുക്ക് പറഞ്ഞു തരുന്നൊരു ഒരു കാര്യം അതാണ്. മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ്, പരസ്പര ഉൾവാസം എന്ന് ലത്തീൻ പിതാക്കന്മാരെ ഈ പരിശുദ്ധ ത്രിത്വത്തെ ആന്തരിക വാസത്തെ അങ്ങനെ പറയുന്നുണ്ട്. അതിലേക്ക് എത്തുവാനായിട്ട്
അങ്ങനെ ഒരു മനസ്സായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ ഈ പെരിക്കൊറോസിസായിട്ട് നമ്മുടെ കുടുംബങ്ങൾ രൂപാന്തരപ്പെടണം. അപ്പനും അമ്മയും മക്കളും നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളും എല്ലാവരും ഒരുമിച്ചിരുന്ന് അവരുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളൊക്കെ പങ്കുവെച്ച് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരുമിച്ച് ഭക്ഷിച്ച് ഒരുമിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് അങ്ങനെ ജീവിക്കുന്ന സന്തോഷത്തിൻ്റെ കുടുംബങ്ങളായിട്ട് നമ്മുടെ കുടുംബങ്ങൾ രൂപപ്പെടട്ടെ. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രാർത്ഥനയിൽ നമ്മൾ ഒരുമിച്ച് വന്ന് ഒരുമിച്ച് ഭക്ഷിച്ച് പ്രാർത്ഥനയിൽ നാം കൂട്ടായ്മയിൽ ഒരുമിച്ചായിരിക്കുമ്പോൾ നമുക്ക് ഈ പെരിക്കൊറോസിസ് അനുഭവത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങൾ രൂപാന്തരപ്പെടുവാനായിട്ട് സാധിക്കും. അതിലേക്ക് നമ്മുടെ കുടുംബങ്ങൾ പ്രിയമുള്ളവരെ രൂപാന്തരപ്പെടണം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ ഈ സ്നേഹത്തിൻ്റെ ഐക്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈശോയുടെ പ്രാർത്ഥനയാണ്, അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവേ അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലുമായിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് തന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നാം ഒന്നായിരിക്കുന്നത് പോലെ, ദ ഫാദർ ആൻഡ് ദ സൺ ആർ ദ വൺ. നാം ഒന്നായിരിക്കുന്നത് പോലെ. ആ സ്നേഹത്തിൻ്റെ ഐക്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 30-ാം തിരുവചനത്തിലെ ഈശോ പറഞ്ഞു, ഞാനും പിതാവും ഒന്നാണ്. ഇതാ സ്നേഹത്തിൻ്റെ ഐക്യമാണ്. ആ പെരിക്കൊറോസിസാണ് ആ സ്നേഹത്തിൻ്റെ ഐക്യം. ആ സ്നേഹത്തിൻ്റെ ഐക്യത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ സമൂഹങ്ങളും രൂപാന്തരപ്പെടാനായിട്ട് ഇടവരണം എൻ്റെ പ്രിയമുള്ളവരെ. ഈശോയ്ക്ക് ഒരു പക്ഷേ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം പിതാവിൻ്റെ കൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അതിരാവിലെ എഴുന്നേറ്റ് പിതാവിനോട് ഒത്ത് പ്രാർത്ഥിക്കുന്ന ഈശോയെ ശിഷ്യന്മാരെ അന്വേഷിച്ച് വരാണ്. ഇന്നലെ കുറേ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ചതാണ്. ഇന്ന് രാവിലെ നോക്കുമ്പോൾ കാണാനില്ല. അവർ കാണുന്നത് ഏകനായി പിതാവിൻ്റെ കൂടെ ആയിരിക്കുന്ന ഈശോ. ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടം ഒരുപക്ഷെ പിതാവിൻ്റെ കൂടെ ആയിരിക്കുന്നതാണ്. പിതാവിൻ്റെ കൂടെ ആയിരിക്കുന്നതാണ്. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 12-ാം വാക്യം നാം വായിക്കുന്നു. നാം ഇപ്രകാരമാണ് അവിടെ വായിക്കുന്നത്, അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഈശോ ദൈവത്തിൻ്റെ ഒപ്പം പ്രാർത്ഥിക്കുന്നു. രാത്രി മുഴുവൻ ദൈവത്തോട് പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്ന ഈശോയെ നമ്മളവിടെ കാണുന്നു. പിതാവിൻ്റെ കൂടെ ആയിരിക്കാനായിട്ടുള്ള ഈശോയുടെ ആഗ്രഹമാണ്. പിതാവിൻ്റെ കൂടെ ആയിരിക്കാനായിട്ടുള്ള ഈശോയുടെ ആഗ്രഹം നാം അവിടെ വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ ഈശോയും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ നമ്മുടെ കുടുംബങ്ങൾ ആ സ്നേഹത്തിൻ്റെ ഐക്യത്തിലേക്ക് കൂടുതൽ കൂടുതൽ വളരാനായിട്ട് ഇടവരട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ഈ ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയ്ക്ക് എപ്പോഴും പിതാവിൻ്റെ കൂടെ ആകാനാണ് ആഗ്രഹം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 1-ാം തിരുവചനം നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് വെളിപ്പെട്ട് കിട്ടും. ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. ഇത് നമ്മൾ ആഴത്തിൽ ധ്യാനിക്കേണ്ട ഒരു തിരുവചനമാണ്. ഈശോയുടെ ഒരു ആഗ്രഹം എന്താണ്? പിതാവിൻ്റെ കൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. പിതാവിൻ്റെ കൂടെ ആയിരിക്കാനായിട്ടുള്ളൊരു ആഗ്രഹം. എന്തും പിതാവിൻ്റെ കൂടെ ആയിരിക്കും. പിതാവിൻ്റെ ഏകജാതൻ ലോകസ്ഥാപനത്തിന് മുമ്പ് പിതാവെ അങ്ങയോടൊത്തും എനിക്കുണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ പങ്കുകാരാക്കണമേ എന്ന് ഈശോ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പിതാവിൻ്റെ ഏകജാതൻ, ദ ബൂസം, പിതാവിൻ്റെ കൂടെ ആയിരിക്കുന്ന പുത്രനായ ദൈവം. അപ്പോൾ അവന് ഈശോയുടെ ആഗ്രഹം പിതാവിൻ്റെ സന്നിധിയിലാകാനായിട്ട്, പിതാവിൻ്റെ ഒപ്പമായിരിക്കാനായിട്ട്. അത് ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഈശോ പിതാവിൻ്റെ കൂടെ ഒന്നാകാനായിട്ടുള്ളൊരു ആഗ്രഹമാണ്. നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഈശോയുടെ ഒരു ആഗ്രഹം കൂടി അവിടെ കാണുന്നുണ്ട്. ഈശോ പറയുന്നു, അതിൻ്റെ കൂടെ ചെന്ന് പറയുന്നു, ലോകത്തിൽ തനിക്ക് സ്വന്തമായവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. മനുഷ്യരുടെ കൂടെ ആയിരിക്കാൻ ഈശോയുടെ ഒരു ആഗ്രഹം, മനുഷ്യരുടെ കൂടെ ആയിരിക്കാൻ ഈശോയുടെ ആഗ്രഹം. അപ്പോൾ ഒരേ സമയം തന്നെ പിതാവിൻ്റെ കൂടെ ആയിരിക്കാനുള്ള ആഗ്രഹം, മനുഷ്യൻ്റെ കൂടെ ആയിരിക്കാൻ ആഗ്രഹം. ഇതൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിക്കുകയാണ്. ഒരർത്ഥത്തിൽ ഒന്ന് പിതാവിനെ അരികിലാക്കാനായിട്ട് ഈശോയ്ക്കൊരു ആഗ്രഹം. അത് ഈശോ ദൈവം എന്നുള്ള രീതിയിൽ ഈശോയ്ക്ക് പിതാവിൻ്റെ കൂടെ ആകണം. ഈശോയ്ക്ക് അതിനൊപ്പം തന്നെ ശിഷ്യന്മാരുടെ കൂടെ ആകണം, തന്നെ സ്നേഹിക്കുന്നവരുടെ കൂടെ ആകണം, അവസാനം വരെ സ്നേഹിക്കുന്ന ഈശോ. അതിനുള്ളൊരു ഉത്തരമാണല്ലോ ഈശോ ആ ദിവ്യകാരുണ്യം വിശുദ്ധ കുർബാന നമ്മുടെ മുമ്പിൽ നൽകുന്നത്. ആ സ്നേഹത്തിൻ്റെ ഐക്യത്തിൻ്റെ കുദാശിയാണല്ലോ ഈ വിശുദ്ധ കുർബാന.
ആ കൂടെയാകാനായിട്ട്, കർത്താവിൻ്റെ കൂടെയാകാനായിട്ടുള്ള ആഗ്രഹം. അതിനുള്ള വിശുദ്ധ കുർബാനയിൽ നാം ഈശോയെ ഭക്ഷിക്കുമ്പോൾ ഈശോ നമ്മിലും നാം ഈശോയിലുമാകുന്നു. നാം ഈശോയുടെ സ്വന്തമായിട്ട് തീരുന്നു. ആ സ്നേഹത്തിൻ്റെ ഐക്യത്തിലേക്ക് വളരാൻ ഈ വിശുദ്ധ കുർബാനയിലെ കുദാശകളിൽ ഉള്ള സ്വീകരണം തീർച്ചയായിട്ടും നമ്മെ സഹായിക്കും, നമ്മെ ശക്തിപ്പെടുത്തും. അപ്പോൾ നൽകുന്ന ഈ ഒരു വലിയ ചിന്ത ഇതാണ്, പരിശുദ്ധ ത്രിത്വം നൽകുന്നൊരു ചിന്ത ഇതാണ്: കൂടെയായിരിക്കുക, കൂടെയായിരിക്കുക, ഒപ്പമായിരിക്കുക. ആ ഒപ്പമായിരിക്കുക, കൂടെയായിരിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എൻ്റെ പ്രിയമുള്ളവരെ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 25-ാം തിരുവചനം ഈശോ പറയുന്നു, നിങ്ങൾ ശ്രവിക്കുന്ന വചനം എൻ്റേതല്ല, പിതാവിൻ്റേതാണ്. നിങ്ങളീ ശ്രവിക്കുന്ന വചനങ്ങൾ എൻ്റെ വചനങ്ങളല്ല, പിതാവിൻ്റെ വചനങ്ങളാണ്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഈശോ പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 14-ാം തിരുവചനത്തിലെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അവൻ സ്വമേധയാ സംസാരിക്കുകയില്ല, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ടൊരു കാര്യം, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ അടുത്തൊരു പ്രത്യേകത ശ്രവണസിദ്ധിയാണ്. കേൾക്കാം, ശ്രവണസിദ്ധിയാണ്. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഈശോ പറയുമ്പോൾ അവൻ സ്വമേധയാ സംസാരിക്കാൻ, കേൾക്കുന്നത് മാത്രം അവൻ സംസാരിക്കും. ശ്രവണസിദ്ധിയാണ്. സ്നേഹമുള്ളവരെ, കേൾക്കുന്നവരായിട്ട് രൂപാന്തരപ്പെടണം. നമുക്കൊക്കെ പറയാനാണ് ഇഷ്ടം. എനിക്ക് നിങ്ങൾക്കൊക്കെ പറയാനാണ് ഇഷ്ടം. എൻ്റെ കാര്യം പറയണം, എൻ്റെ ഭാഗം പറയണം, എനിക്ക് വിശദീകരിക്കണം, എന്താ അങ്ങനെയെന്ന് പറയണം, എൻ്റെ അവകാശങ്ങൾ പറയണം. കേൾക്കാൻ എനിക്കിഷ്ടമില്ല. എൻ്റെ ചുറ്റുമുള്ളവരുടെ അവകാശങ്ങൾ കേൾക്കാൻ എനിക്കിഷ്ടമില്ല. എൻ്റെ ചുറ്റുമുള്ളവരുടെ വേദന കേൾക്കാൻ എനിക്കിഷ്ടമില്ല. അതുകൊണ്ട് ലെറ്റ് us ഓപ്പൺ അവർ ഇയേഴ്സ് ഓഫ് അവർ ഹാർട്ട്. എൻ്റെ ഹൃദയത്തിൻ്റെ ചെവികൾ തുറക്കട്ടെ എൻ്റെ പ്രിയമുള്ളവരെ. ഈ ചെവികൾ തുറന്നായിരിക്കുന്നേ, പക്ഷെ അത് ശരിക്കും കേൾക്കുന്നില്ല. ഹൃദയം കൊണ്ട് കേൾക്കുന്നവരായിട്ട് നമുക്ക് രൂപാന്തരപ്പെടണം. ഈശോ കേൾക്കുന്ന പോലെ, ഈശോ നമ്മെ കേൾക്കുന്ന പോലെ എൻ്റെ ചുറ്റുമുള്ളവരെ കേൾക്കുന്നവരായിട്ട് നമുക്ക് രൂപാന്തരപ്പെടണം. പരിശുദ്ധ ത്രിത്വം നൽകുന്നൊരു മാതൃക അതാണ്. ഞാൻ സംസാരിക്കുന്നത്, ശ്രവിക്കുന്ന വചനം എൻ്റെ അല്ല, എൻ്റെ പിതാവിൻ്റേതാണ്. പിതാവിൻ്റെ വചനം ഈശോ കേൾക്കുന്നതിനെ കേട്ട്, പിതാവ് പറയുന്നത് കേട്ട് പുത്രൻ സംസാരിക്കുന്നതാണ്. പിതാവ് പറയുന്നത് കേട്ട് പുത്രൻ സംസാരിക്കുന്നതാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈശോ അത് തന്നെ പറയുന്നത്. പരിശുദ്ധാത്മാവ് സ്വമേധയാ സംസാരിക്കുന്നതല്ല, അവൻ ശ്രവിക്കുന്നത് മാത്രം, കേൾക്കുന്നത് മാത്രം അവൻ സംസാരിക്കുന്നു. അവനെ കേൾക്കാനായിട്ട് സാധിക്കണം. ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യം അതാണ്. കേൾക്കുന്ന ഒരു ചെവികൾ നമുക്കുണ്ടാകട്ടെ. മറ്റുള്ളവരുടെ വേദനകൾ, മറ്റുള്ളവരുടെ ജീവിതം കേൾക്കാനായിട്ടുള്ളൊരു തുറവി കുടുംബത്തിലുണ്ടാകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ. മക്കൾ പറയുന്നത് കേൾക്കാൻ മാതാപിതാക്കൾക്ക് സമയമുണ്ടാകണം. മക്കൾ പറയുന്നത് കേൾക്കാൻ, ചെറുപ്പക്കാർ പറയുന്നത് കേൾക്കാൻ, മക്കൾ പറയുന്നത്, കോളേജിൽ പോകുന്ന കുട്ടി പറയുന്നത് കേൾക്കാൻ അമ്മയ്ക്ക് സമയം ഉണ്ടാകണം, അപ്പന് സമയം ഉണ്ടാകണം. അല്ലെങ്കിൽ അവർ വേറെ ആരോടെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും. എന്നിട്ട് അവസാനം ദുഃഖിച്ചിട്ടെന്താ കാര്യം? കേൾക്കാൻ നമ്മുടെ ഹൃദയങ്ങളുണ്ടാകട്ടെ. നമ്മുടെ കുടുംബങ്ങൾ കേൾക്കുന്നൊരു കളരിയായിട്ട് രൂപാന്തരപ്പെടട്ടെ. സംസാരിച്ച് വഴക്കുണ്ടാക്കി മിണ്ടാതിരിക്കുന്ന അവസ്ഥയല്ല. അസ്വാതന്ത്ര്യത്തോടു-കൂടി നമ്മുടെ മക്കൾ സംസാരിക്കണം. നമ്മുടെ കുടുംബങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. ജനറേഷൻ ഗ്യാപ്പ് എവിടെയില്ലാത്ത തിരുകുടുംബത്തിൽ പോലും നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്നുണ്ട്. തിരുകുടുംബത്തിൽ പോലും 12 വയസ്സായപ്പോൾ ഈശോ ജെറൂസലം ദേവാലയത്തിലേക്ക് പോകുന്നു മാതാപിതാക്കളോടൊത്ത്. ഈശോ ചെയ്ത നല്ല കാര്യമില്ലേ? കാണാനില്ല. 3 ദിവസം അന്വേഷിച്ച് 3-ാം ദിവസം കണ്ടെത്തുന്ന പരിശുദ്ധ അമ്മ ഈശോയോട് ചോദിക്കുകയാണ്, മകനെ നീ ഇത് ഞങ്ങളോട് ചെയ്തത് എന്ത് എന്ന്. മക്കളോട് ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിക്കണം, സ്നേഹപൂർവ്വം ചോദിക്കണം. അപ്പോൾ ഈശോ പറയുന്ന ദൈവശാസ്ത്രപരമായിട്ടുള്ള മറുപടിയുണ്ട്. മുഴുവൻ നമുക്കിപ്പോൾ പറയാനുള്ള സമയമില്ല. ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ആയിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ എന്ന് ഈശോ പറയുന്നുണ്ട്. പക്ഷെ വചനം പറയുന്നു പരിശുദ്ധ അമ്മയ്ക്ക് പറഞ്ഞത് മനസ്സിലായില്ല എന്ന്. പരിശുദ്ധ അമ്മയ്ക്ക് മനസ്സിലായില്ല എന്ന്. അത് മുഴുവൻ ഇപ്പോൾ നമുക്ക് പറയാൻ സമയമില്ല. മറ്റൊരവസരത്തിൽ നമ്മളത് വിശദീകരിക്കുന്നതായിരിക്കും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് കേൾക്കുന്നൊരു മനസ്സ് നമുക്ക് വളർത്തിയെടുക്കാം. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ അടുത്തൊരു പ്രത്യേകത പാരസ്പര്യ ഇഷ്ടപൂർത്തീകരണം. പരസ്പരം ഇഷ്ടം മനസ്സിലാക്കുക, അത് പൂർത്തിയാക്കുക. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം നാം വായിക്കുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നത് എൻ്റെ ഇഷ്ടം പൂർത്തിയാക്കാനല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കാനാണ്. സ്വന്തം കുടുംബത്തിലെ ജീവിത പങ്കാളിയുടെ ഇഷ്ടം എന്താണെന്ന് നമുക്കറിയണം.
എന്താ ഇഷ്ടം എന്നറിയണം. കഴിഞ്ഞ ദിവസം മനസ്സിലായേ, ഒരു കുടുംബത്തിൽ നിന്ന് സംസാരിച്ചപ്പോൾ ഭാര്യയ്ക്ക് ചായയാണോ കാപ്പിയാണോ ഇഷ്ടമെന്ന് ഇപ്പോഴും ഭർത്താവിന് അറിയില്ല. കല്യാണം കഴിഞ്ഞ് ജൂബിലി കഴിഞ്ഞു, 50 ആഘോഷിച്ചു, പക്ഷെ ഇപ്പോഴും ചേട്ടനറിയില്ല ചേച്ചിക്ക് ശരിക്ക് ചായയാണോ കാപ്പിയാണോ ഇഷ്ടമെന്ന്. കാരണം ചേട്ടൻ്റെ ഇഷ്ടം ചായയാണ്. അതുകൊണ്ട് ചേച്ചി അന്ന് തൊട്ട് 50 കൊല്ലം മുമ്പ് ചായ കുടിച്ചു തുടങ്ങിയതാണ്. ചേച്ചിക്ക് ശരിക്കും ഇഷ്ടം കാപ്പിയാണ്. സ്നേഹമുള്ളവർ, പരസ്പര ഇഷ്ടങ്ങൾ മനസ്സിലാക്കണം. പരസ്പര ഇഷ്ടങ്ങൾ മനസ്സിലാക്കണം. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പൂർത്തിയാക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണമെന്ന് ഈശോ പറയുന്നില്ലേ? യോഹന്നാൻ്റെ സുവിശേഷം 4:34 പരസ്പര ഇഷ്ടങ്ങൾ മനസ്സിലാക്കാം. ഇതാണ് പരിശുദ്ധ ത്രിത്വം നൽകുന്ന അടുത്ത ഒരു സൂചന. പരസ്പരം മഹത്വം നൽകുകയാണ് പരിശുദ്ധ ത്രിത്വം. പരസ്പരം മഹത്വം നൽകുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 16:14 അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈശോ പഠിപ്പിക്കുകയാണ്. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. യോഹന്നാൻ്റെ സുവിശേഷം 17:5 ആകയാൽ പിതാവേ, ലോക സൃഷ്ടിക്ക് മുമ്പ് എനിക്ക് അങ്ങയോടൊത്തുണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തേണമേ. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പ്രത്യേകത അതാണ്. പരസ്പര മഹത്വം കൊടുക്കുക. പിതാവിനെക്കുറിച്ച് വാഴ്ത്തിപ്പാടുന്ന നാവാണ് ഈശോയുടേത്. പിതാവിന് മഹത്വം കൊടുക്കുകയാണ്. ഒരവസരത്തിലും പിതാവായ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഈശോ, പരസ്പര മഹത്വം കൊടുക്കുന്ന ഈശോ, പരസ്പരം അംഗീകരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ടാകട്ടെ. നല്ലത് വന്നാൽ, നല്ലൊരു കാര്യം ചെയ്താൽ വൈ കാൻ വി അപ്രീഷിയേറ്റ്? അത് നന്നായെന്ന് പറയാൻ എന്തോ നമ്മുടെ ഒരു മനസ്സ് സമ്മതിക്കുന്നില്ല. എൻ്റെ സമൂഹത്തിലാകാം, എൻ്റെ കൂട്ടത്തിലാകാം, ജോലി മേഖലകളിലാകാം, ഇടവകയിലാകാം, എൻ്റെ ചുറ്റുപാടുകളിലാകാം, എൻ്റെ കുടുംബത്തിലാകാം. ഒരു നല്ലത് കണ്ടാൽ ഗുഡ്, നന്നായിരിക്കണം എന്ന് ഹൃദയം തുറന്ന് അഭിനന്ദിക്കാൻ, പരസ്പരം മഹത്വം കൊടുക്കാൻ പരിശുദ്ധ ത്രിത്വം ഈ ദിവസം ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ് പരിശുദ്ധ ത്രിത്വത്തിലുള്ള വിശ്വാസം. നമുക്കറിയാം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം, 3 വ്യക്തികളെങ്കിലും ഏക സത്ത, പരസ്പരം പൂർണ്ണമായിട്ട് നൽകുന്നു. എന്നാൽ സ്വന്തം അനന്യത സൂക്ഷിക്കുന്നു. ഏത് സമൂഹത്തിലാണെങ്കിലും സമർപ്പണമാണ് ആ സമൂഹത്തിൻ്റെ ശക്തി എന്ന് നാം തിരിച്ചറിയുന്നു. നമ്മുടെ വ്യക്തിത്വം നഷ്ടപ്പെടാതെ ആ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് തീർന്ന് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. പെരിക്കറോസിൻ്റെ സന്തോഷം നാം മനസ്സിലാക്കുന്നു. ഒരുമിച്ചായിരിക്കുന്നതിൻ്റെ സന്തോഷം, ഒരുമിച്ച് സുവിശേഷ വേല ചെയ്യുന്നതിൻ്റെ സന്തോഷം, ഒരുമിച്ച് അധ്വാനിക്കുന്നതിൻ്റെ സന്തോഷം, ഒരുമിച്ച് ഭക്ഷിക്കുന്നതിൻ്റെ സന്തോഷം, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ സന്തോഷം, ഒരുമിച്ച് വിശുദ്ധ ബലി അർപ്പിക്കുന്നതിൻ്റെ സന്തോഷം, ഒരുമിച്ചായിരിക്കുന്നതിൻ്റെ സന്തോഷം, ഒരുമിച്ച് ഇടവകയിലായിരിക്കുന്നതിൻ്റെ സന്തോഷം, ഒരുമിച്ച് ഒരു സമൂഹത്തിലായിരിക്കുന്നതിൻ്റെ സന്തോഷം, ഒരുമിച്ച് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിൻ്റെ സന്തോഷം. അതാണ് പെരിക്കറോസിസ്. ആ സന്തോഷത്തിലേക്ക് നടന്നെടുക്കാൻ നമ്മെ സാധിക്കട്ടെ. പരിശുദ്ധ ത്രിത്വം നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ ദിവസം. അതോടൊപ്പം തന്നെ പരസ്പരം കേൾക്കാൻ, പരസ്പരം ഇഷ്ടങ്ങൾ മനസ്സിലാക്കാൻ, പരസ്പരം മഹത്വം നൽകിക്കൊണ്ട് ജീവിക്കാൻ പരിശുദ്ധ ത്രിത്വം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം നമ്മോടൊത്ത് വസിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും നമ്മുടെ കുടുംബങ്ങളെ ആശീർവദിക്കുകയും നമ്മുടെ സമൂഹങ്ങളെ ശക്തിപ്പെടുത്തുകയും നമ്മുടെ സഭാ സമൂഹങ്ങളെ വിശുദ്ധിയിലും സ്നേഹത്തിലും ഐക്യത്തിലും വളർത്തുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.